നാം ഇനി പോകുന്നത് പ്ലേറ്റോ സ്റ്റേറ്റിലേക്കാണ്. ക്രൈസ്തവരുടെ രക്തം നിലവിളിക്കുന്ന നൈജീരിയയുടെ മണ്ണിലേക്കാണ്. എണ്ണമറ്റ വംശീയ കലാപങ്ങൾ, വംശഹത്യകൾ, പ്രസ്താവനകളിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകുന്ന അനിഷ്ട സംഭവങ്ങൾ. നൈജീരിയയിൽ ക്രൈസ്തവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ വരാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. അത്രയധികം ക്രൈസ്തവർ തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം മറ്റൊന്ന് ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റ് അത്തരത്തിലുള്ള ഒന്നാണ്. ഇവിടെ 2023 ഡിസംബർ മുതൽ 2024 ഫെബ്രുവരി വരെ 1336 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 533 സ്ത്രീകൾ, 263 കുട്ടികൾ, 540 പുരുഷന്മാർ. 29,554 ആളുകളെയാണ് ആക്രമണങ്ങളെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 13,093 പേർ കുട്ടികളും 16,461 പേർ സ്ത്രീകളുമാണ്. 2024 മെയ് മാസത്തിൽ പ്ലേറ്റോ സ്റ്റേറ്റിലെ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏകദേശം 40 പേരാണ്. അതും സാധാരണക്കാരായ ഗ്രാമവാസികൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്നവർ. പ്ലേറ്റോ സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിൽ ഒന്നിനെക്കുറിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. 2025 ഏപ്രിൽ 13 12-നും 1 മണിക്കും ഇടയിൽ പ്ലേറ്റോ സ്റ്റേറ്റിലെ ബെസായൽജയിലെ സിക്കി ഗ്രാമത്തിൽ തോക്കുധാരികൾ അതിക്രമിച്ചു കയറി കുറഞ്ഞത് 54 പേരെ വെടിവെച്ചു കൊന്നു. തോക്കുധാരികൾ ഗ്രാമങ്ങൾ തകർക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. വഴിയിലുള്ളതെല്ലാം അവർ നശിപ്പിച്ചു. കൊല്ലപ്പെട്ടവരെ കൂട്ടത്തോടെ സംസ്കരിക്കാൻ തുടങ്ങുമ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലേറ്റോ സ്റ്റേറ്റിലെ സുറാഖ്, ബൊക്കോസ്, ബാർക്കിൻ, ലാഡി തുടങ്ങിയ ഗ്രാമങ്ങളിലെല്ലാം അക്രമങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ ഗ്രാമീണർ ക്രൈസ്തവരാണ് എന്നതാണ്. പലപ്പോഴും പാതിരാത്രി സമയത്തായിരിക്കും ആക്രമണം. നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇവർക്കാർക്കും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാറില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വയലുകളിലും വീടുകളിലും കഴിയുമ്പോഴും ഇവർ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. ഇതുകൂടാതെ ക്രിസ്തുമസ് ദിവസങ്ങളിലും ഈസ്റ്റർ ദിനങ്ങളിലും സമാനമായ രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം എന്നതിലേക്കാണ് ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഫുലാനികളും ബൊക്കോ ഹറാം പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്രൈസ്തവരെ മതപരിവർത്തനം നടത്തുക, അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകകളും കൃഷിയിടങ്ങളും കൈവശമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ ആക്രമണങ്ങൾ മുഴുവനും നടക്കുന്നത്. എന്നാൽ ക്രൈസ്തവ വംശഹത്യയോ ഉന്മൂലനമോ ആണ് ഇവിടെ നടക്കുന്നതെന്ന് അധികാരികൾ അംഗീകരിച്ചു കൊടുക്കാറില്ല. യഥാർത്ഥ കാരണം മറച്ചുവെച്ച് മറ്റു ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെയും അധികാരികൾ ചെയ്യുന്നത്. കർഷകർ തമ്മിലുള്ള കുടിപ്പകയായും ആടുമേയ്ക്കുന്നവർ തമ്മിലുള്ള സംഘർഷമായും ഈ ക്രിസ്തീയ വംശഹത്യയെ അവർ നിസാരമാക്കി അവതരിപ്പിക്കുന്നു. പീഡനങ്ങൾ തുടർക്കഥയായിട്ടും തുടർച്ചയായി പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ അവരിൽ പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായിട്ടുണ്ട്. തങ്ങളുടെ സ്വത്തും വീടും നിലങ്ങളും നഷ്ടമായിട്ടുണ്ട്. ജീവൻ മാത്രമായി ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. മാനഭിമാനങ്ങൾ നഷ്ടമായവരുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് നഷ്ടമാകാത്തത് ഒന്നു മാത്രമേയുള്ളൂ: തങ്ങളുടെ വിശ്വാസം, ക്രിസ്തു വിശ്വാസം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിലുള്ള വിശ്വാസം. ഇത്തരത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടോ? ശരീരം നോവുമ്പോഴാണ് പലരുടെയും തനി സ്വഭാവം പുറത്തു വരുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ തങ്ങളുടെ ശരീരത്തിൽ എത്രയധികം പീഡനങ്ങൾ സഹിച്ചിട്ടും അവർ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇതല്ലേ വിശ്വാസം? ഇത് മാത്രമല്ലേ വിശ്വാസം? കാറ്റും കോളും ഉണ്ടായപ്പോൾ ഭയന്നു വിറച്ച ശിഷ്യരെ ക്രിസ്തു വിളിച്ച വിളി നമുക്കും കൂടിയുള്ള വിളിയാണ്.
അല്പവിശ്വാസികൾ. അതെ, നാം അല്പവിശ്വാസികളാണ്. സുരക്ഷിതരായി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് നിലനിൽപ്പുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും നമുക്ക് വേണ്ടത്ര ധാരണകളില്ല. ഭക്ഷണത്തെയും വസ്ത്രത്തെയും കുറിച്ച് ആകുലപ്പെടുന്ന ശിഷ്യരോട് ക്രിസ്തു ചോദിക്കുന്നുണ്ടല്ലോ, വയലിലെ പുല്ലിനെ പോലും അണിയിക്കുന്ന ദൈവം നിങ്ങളെ എത്രയധികം പരിപാലിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. അതുപോലെ അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനാ എന്നും ക്രിസ്തു ചോദിക്കുന്നുണ്ട്. അപ്പവും വീടുമെല്ലാം ലഭിക്കുമ്പോൾ മാത്രമാണ് നാം വിശ്വാസികളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത കാലത്തോളം നാം വിശ്വാസികൾ എന്ന വിശേഷണത്തിന് പോലും അർഹരല്ല. രക്തസാക്ഷികളും വിശുദ്ധരും പിന്നെ അൾത്താരയിലെ വണക്കത്തിന് ഔദ്യോഗികമായി യോഗ്യത നേടിയിട്ടില്ലാത്തവരുമായ അനേകം പേർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി നഷ്ടങ്ങൾ സഹിച്ചവരായിരുന്നു. പിന്നിലുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിച്ചിട്ട് മുമ്പിലുള്ളതിനെ മാത്രം ലക്ഷ്യമാക്കി സഞ്ചരിച്ചവരായിരുന്നു. അവരുടെ യാത്രകൾ അന്വർത്ഥമായി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കെന്തെങ്കിലും അത്തരമൊരു വഴിയിൽ എത്തിച്ചേരാനാകുമോ? വിശ്വാസത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങൾ സഹിക്കാതെയും യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളെ നേരിടാതെയും ക്രൈസ്തവരെന്നും വിശ്വാസികളെന്നും ഭാവിച്ച് സുരക്ഷിതരായി നാം ജീവിക്കുമ്പോൾ നമുക്ക് പേരോ ഊരോ അറിയാത്ത ഇക്കഴിഞ്ഞ കാലങ്ങളിലായി ക്രൈസ്തവ മതപീഡനത്തിന്റെ ഇരകളായി ജീവൻ വെടിഞ്ഞ നൈജീരിയയിലെ അനേകായിരങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ മൂല്യം ചില തിരിച്ചറിവുകളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താൻ കഴിയും, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താനാവില്ല. നാം ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? ആത്മശോധന നടത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്നാണല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം സത്യമാണെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യം വരത്തക്ക വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അത്തരം അനുഭവങ്ങൾക്ക് മുൻപിൽ വാടിപ്പോകാതിരിക്കാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനാൽ ആ ധൈര്യത്തിനും കൃപയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാമമാത്ര ക്രൈസ്തവരും വിശ്വാസികളുമായി ജീവിക്കുന്നതിലെ പൊള്ളത്തരങ്ങളും കാപട്യങ്ങളും ഞങ്ങളെ ആത്മഭാരത്തിന് അടിമകളാക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ അവിടുന്ന് നിയന്ത്രണം ഏറ്റെടുക്കണമേ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ ജീവനും ജീവിതവും ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ വരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്ത യേശുനാഥ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.